അസ്സലാമലൈക്കും. അപ്പോൾ നമുക്കിന്ന് ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെട്ടിയതൊക്കെ കണ്ടായിരുന്നല്ലോ, കൈ വെട്ടി വെച്ചു. അപ്പോൾ ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തത്. ബാക്ക് സൈഡ് വെട്ടി വെച്ചു, ഇനി ഫ്രണ്ട് സൈഡ് വെട്ടി വെച്ചു. അപ്പോൾ ഫ്രണ്ട് സൈഡിന് ഒരു സൈഡ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു സൈഡ് കുറച്ച് ജോയിൻ്റൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കണം. അതിൻ്റെ അകത്ത് ഇതെല്ലാം കട്ട് ചെയ്യണ വീഡിയോ കണ്ടിട്ട് അളവ് ബ്ലൗസിൽ നിന്ന് കട്ട് ചെയ്യണ മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നത്. അതായത് നോക്കിയേ, ഇത് ബാലൻസ് പീസുകളാണ്, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ മാത്രമേ നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുള്ളൂ. ഇതിൽ നിന്ന് വേണം നമുക്ക് കട്ടിങ് വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ കട്ടിങ് ആദ്യം വെട്ടിയെടുക്കാം. ആദ്യം നമുക്ക് ലൈനിങ് വെട്ടിയെടുക്കാം കേട്ടോ, കട്ടിങ്ങിൻ്റെ. അപ്പോൾ അത് ബ്ലൗസിൻ്റെ അളവ് ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ടാണ് നമ്മൾ ഇതുവരെയുള്ള എല്ലാം ചെയ്തത്. അതുപോലെ തന്നെ അളവ് ബ്ലൗസിൽ നിന്ന് നമുക്ക് കട്ടിങ് കൂടെ അളന്നെടുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അളക്കേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നോക്കണം. അതായത് ഇവിടെ നമുക്ക് ഈ പട്ടയുടെ ഉള്ളിൽ, അതായത് ബട്ടൺ പീസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തൊട്ട് നോക്കി അറിയാൻ പറ്റും എവിടം വരെ അതിൻ്റെ തുമ്പ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത് 11 ഇഞ്ച് നീളം വേണം കേട്ടോ കട്ടിങ്ങിന്. ഇനി വീതി എങ്ങനെ അളവെടുക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് അത്യാവശ്യം തയ്യൽ തുമ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റായിട്ട് ആ 11 ഇഞ്ചിലാണ് കേട്ടോ എടുക്കുന്നത്. നോക്കിയേ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ് ബാലൻസ് ഉള്ളത്. അപ്പോൾ ഈ ലൈനിങ് നമുക്കൊന്ന് തേച്ചെടുക്കാം. അപ്പോൾ ഞാൻ തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചുളിവുണ്ടെങ്കിൽ വെട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ദാ 2 പീസ് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കട്ടിങ് വെട്ടിയെടുക്കാം. അപ്പോൾ ദാ ഒരു സൈഡ് കണ്ടോ ഇങ്ങനെ വളഞ്ഞൊക്കെ നിൽക്കുന്നത്, ആ ഭാഗം ഒന്ന് ഇത് കണ്ടോ, ഇതുപോലെ വളവൊക്കെ ഒന്ന് നിവർത്തി ഒന്ന് ലെവലാക്കി നമുക്കൊന്ന് വരച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ലെവലാക്കുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് ലെവലാക്കണം. ഞാൻ വരച്ചപ്പോൾ ഒരു ഇത്തിരി തെറ്റിയത് കറക്റ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതാ 11 ഇഞ്ചല്ലേ നമ്മൾ അളന്നെടുത്തത്, അതേ 11 തന്നെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കട്ടിങ്ങിൻ്റെ വീതി അളക്കണം. വീതി അളക്കണം എങ്ങനെയാണെന്ന് നോക്കിയേ. അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ ടേപ്പ് പിടിക്കുക, എന്നിട്ട് തയ്യൽ തുമ്പ് വരെ കണ്ടോ, തയ്യൽ തുമ്പ് ഇങ്ങനെ പിടിച്ച് നോക്കുക. തയ്യൽ വരെയല്ല, തയ്യൽ തുമ്പ് വരെ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് 4.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗത്ത് അടിച്ച് മറിച്ച് പോകാനായിട്ട് ഒരു 4 ഇഞ്ച് വേണം. അപ്പോൾ നമ്മൾ എത്ര കൊടുക്കണം? 4.5 ഇഞ്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതാണ് നമ്മുടെ ഹുക്ക് വരുന്ന ഭാഗത്തെ വീതി കേട്ടോ. ഇനി നമ്മൾ എന്താണ് നോക്കേണ്ടത്? നമ്മുടെ ടക്ക്, അതായത് മിഡിൽ ടക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഡൗൺ പോയിൻ്റ് എത്രത്തോളം വന്ന് നിന്നിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് നോക്കുക. അപ്പം നോക്കുമ്പോൾ നമ്മൾ അളക്കണത് ആ തുമ്പത്തു നിന്നല്ല, നമ്മുടെ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും എവിടം വരെ ആ തയ്യൽ തുമ്പ് വന്ന് നിൽക്കേണ്ടെന്ന്. ആ ഭാഗം വരെ ഇത് കറക്റ്റായിട്ട് നോക്കുമ്പോൾ 3.25 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 3.25 നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇനി നമുക്ക് ആ 3.25 മാർക്ക് ചെയ്ത ആ ഭാഗത്തുള്ള ലെങ്ത്ത് ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കാം. നമുക്കപ്പോൾ ഈ തുണി ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ടക്കിൻ്റെ ഇറക്കം എടുക്കാനായിട്ട് നോക്കിയേ, തയ്യൽ തുമ്പ് വരെ കണ്ടോ, ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ് മാർക്ക്. സ്റ്റിച്ചിങ് മാർക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്തേക്കണം. തയ്യൽ തുമ്പ് വരെയുള്ള അളവ് നമുക്ക് അളക്കുക. അതിൻ്റെ കൂടെ താഴെ അടിക്കാനുള്ള 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ. അത് നമ്മൾ മാർക്ക് ചെയ്തതല്ലേ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ടക്ക് വരെയുള്ള അകലം, മിഡിൽ ടക്ക് വരെയുള്ള അകലം ഒന്ന് നോക്കിയേ. കറക്റ്റായിട്ട് ഇവിടെയാണ് മിഡിൽ ടക്ക് വന്ന് നിൽക്കണം. അതുവരെയുള്ള അകലം നമ്മളൊന്ന് ടേപ്പിൽ അളന്ന് നോക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് മാർക്കല്ല അവിടുത്തെ നോക്കേണ്ടത്, തയ്യൽ തുമ്പ് വന്നിരിക്കണം. നമുക്കിങ്ങനെ തൊട്ട് നോക്കി അറിയാൻ പറ്റും കേട്ടോ. അതുവരെയുള്ള അകലമാണ് നമുക്ക് എടുക്കേണ്ടത്. നോക്കിയേ, കറക്റ്റായിട്ട് 3.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്തു. സംശയമില്ലായിരിക്കാനാണ് കേട്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്തത്. ഇനി മിഡിൽ ടക്കിൻ്റെ ലെങ്ത്ത്, മിഡിൽ ടക്കിൻ്റെ താഴേക്കുള്ള ലെങ്ത്ത് നമ്മൾ നോക്കുകയാണ്. അതും കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് വരെ നോക്കുക. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ്, അടിയിൽ മടക്കാനായിട്ടുള്ള 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മിഡിൽ ടക്കിൻ്റെ അവിടെ താഴേക്കുള്ള ഭാഗം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നോക്കുക, തയ്യൽ തുമ്പ് അടക്കം. അതിനേക്കാളും 4 ഇഞ്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സൈഡ് പോർഷൻ ഏറ്റവും എൻഡിൽ അളവെടുക്കാം. ഈ പറഞ്ഞ പോലെ തന്നെയാണ് അളവെടുക്കേണ്ടത്. എൻഡിൽ നിന്ന് തയ്യൽ തുമ്പ് വരെ എടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടി കൊടുക്കാം. ഇവിടെയും 4 ഇഞ്ച് കൂട്ടിയിട്ട് അത് നമ്മൾ ഈ സൈഡിൽ ഏറ്റവും എൻഡ് സൈഡിൽ മാർക്ക് ചെയ്യാം. 4 ഇഞ്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കുഞ്ഞു വള്ളത്തിൻ്റെ ഷേപ്പ് കിട്ടും, ഇതുപോലെ കണ്ടോ. ഇനി നമുക്കിത് ഈ എൻഡ് ഭാഗം ഉണ്ടല്ലോ, ഒരു ചരിവ് വേണം. അതിനകത്തേക്ക് മാറ്റി ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കത് ഇങ്ങനെ ഒന്ന് ചരിച്ചു കൊടുക്കാം. അത് സൈഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ചരിവ് കൊടുക്കുന്നത്. അല്ലെങ്കിലും തയ്ച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ചരിവ് വരും. എന്താ വെച്ചാൽ ബാക്ക് പോർഷൻ നമുക്ക് ചരിവുള്ളതാണല്ലോ.
ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 കട്ടിങ് കട്ട് ചെയ്തെടുത്തു. നമുക്ക് ലൈനിങ് ബ്ലൗസിന് ടോട്ടൽ 8 പീസ് വേണം കേട്ടോ. ഇപ്പോൾ 2 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടിയത് വെച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലൗസ് പീസിൽ നിന്ന് തന്നെ അതല്ലെങ്കിൽ ലൈനിങ് പീസിൽ നിന്ന് തന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇടയിൽ വെക്കണ പീസൊക്കെ ഇതിനോട് കളർ മാച്ചിങ് ഉള്ള ഏതെങ്കിലും എക്സ്ട്രാ പീസസ് വെച്ചാൽ മതി. വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കളർ ഇളകാത്ത പീസ് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ വെക്കും, നല്ല പീസ് കിട്ടിയില്ലെങ്കിൽ ലൈനിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പീസ് പട്ട് സിൽക്കിൻ്റെ കഷ്ണമൊക്കെ കിടക്കണമെങ്കിൽ എടുത്ത് വെക്കും, അത് കളറിളകും. കളറിളകിയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കളർ ബ്ലൗസൊക്കെ ആണെങ്കിൽ എല്ലായിടത്തേക്കും കളറിളകി പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക, കളറിളകാത്ത പീസ് നോക്കിയെടുക്കുക. ബട്ടർ ക്രേപ്പിൻ്റെ തുണിയൊക്കെയാണെങ്കിൽ കളറിളകൂല, അത് നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ദാ 4 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈനിങ് 6 പീസ് വേണം, നല്ല പീസ് 2 പീസ് വേണം. അങ്ങനെയാണ് ടോട്ടൽ 8 പീസ് വേണ്ടത് കേട്ടോ. അപ്പോൾ ലൈനിങ് പീസിനാണ് നമുക്ക് 8 പീസ് കട്ടിങ് വേണ്ടത്, കട്ടിങ്ങിൻ്റെ പീസ് വേണ്ടത്. അതേസമയം ഓർഡിനറി ബ്ലൗസ് നോർമൽ ബ്ലൗസ് ആണെങ്കിൽ 6 പീസ് മതി കേട്ടോ. അതായത് 2 പീസ് നല്ല പീസിലും പിന്നെ അടിയിലേക്ക് എക്സ്ട്രാ വേറെ ഏതെങ്കിലും കളറിളകാത്ത പീസ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാ 2 പീസും കൂടെ ഞാൻ ഇതിൻ്റെ സൈഡിൽ നിന്ന് വെട്ടിയെടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ വെട്ടിയൊക്കെ എടുക്കുമ്പോൾ നല്ലോണം മാക്സിമം ഒതുക്കിയിട്ട് വെട്ടുക കേട്ടോ. എന്നാലാണ് നമുക്ക് ഇതിൽ നിന്ന് ഇനി ബട്ടൺ പീസ്, ഹുക്സ് പീസ്, പിന്നെ ബാക്കിൽ വെക്കാനുള്ള പീസ്, ക്രോസ് പീസൊക്കെ വെട്ടിയെടുക്കാനുള്ളതാണ്. നമുക്കതൊന്നും പുറത്തുനിന്ന് പോയി വേറെ പീസിൽ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൈനിങ് പീസ് അതിൽ നിന്ന് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ദാ ഏറ്റവും ലാസ്റ്റ് വെട്ടിയതിൻ്റെ നടുഭാഗം വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ദാ 6 പീസ് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 6 പീസ് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ലൈനിങ്ങിൻ്റെ കട്ടിങ്ങിൻ്റെ ഒരു ലൈനിങ്ങിൻ്റെ പീസ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നല്ല പീസ് ഉണ്ടല്ലോ, നല്ല പീസ് കുഞ്ഞു കുഞ്ഞു കണ്ടങ്ങളാണ്, എന്നാലും നമുക്കതിൽ നിന്ന് കറക്റ്റായിട്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ ലൈനിങ് കൊടുക്കേണ്ടി വരും കട്ടിങ്ങിന്. ഇതായിപ്പം എനിക്കൊരു കുഞ്ഞു കഷ്ണം കിട്ടിയിട്ടുണ്ട്, അത് വെച്ച് ഒരെണ്ണത്തിനുള്ളത് ഒപ്പിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തതിന് നമുക്ക് ഒപ്പിക്കാം. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റാണ് കേട്ടോ. ബാക്കും കൈയൊക്കെ നീറ്റായിട്ട് കിട്ടും. ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കഷ്ണം പെറുക്കി ഇവിടെ നിന്ന് കഷ്ണം പെറുക്കി. അതുകൊണ്ട് തന്നെ ബ്ലൗസ് വെട്ടി ഫുള്ളാവുന്ന വരെ ഒരു കഷ്ണം പോലും നഷ്ടപ്പെടാതെ നോക്കുക. കണ്ടോ, ഒരുവിധം നമുക്ക് ഒത്തിട്ടുണ്ട്. ഇതാ ഈ എൻ്റെ ഭാഗത്ത് ഒരു ഇത്തിരിയാണ് നമുക്കിവിടെ ബ്ലാങ്ക് ഉള്ളത്, ഇല്ലാത്തതുള്ളത്. അവിടെ നമുക്കൊരു ചെറിയ പീസ് എടുക്കാം. അത് വലിയ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കരുത്, ഏറ്റവും ചെറിയ പീസ് നോക്കുക. എന്നിട്ട് അത് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ വെച്ച് നോക്കുക. ഇങ്ങനെ ഏത് പൊസിഷനിൽ വെച്ചാൽ അത് കറക്റ്റ് ആവുമെന്ന് നോക്കുക. കുഴപ്പമില്ല, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദാ ഇങ്ങനെ വെച്ചൊക്കെ നോക്കി ഞാൻ ഏകദേശം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കി എടുക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് കാണണമെന്നുള്ളവർ കണ്ടോളണോട്ടോ, എന്നാലാണ് ഇത് കറക്റ്റായിട്ട് എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കട്ടിങ് ഇതിന് മുമ്പത്തെ വീഡിയോ കാണാത്തവർ കാണണം കേട്ടോ, എന്നാലാണ് നമുക്ക് എങ്ങനെ ബ്ലൗസ് കട്ട് ചെയ്യാമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ ദാ ഒരു കട്ടിങ് കൂടെ നമുക്ക് എടുക്കാനുണ്ട്, അതും നമുക്ക് ഇതിൽ നിന്ന് തപ്പി തപ്പി എടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഓരോന്ന് ചെക്ക് ചെയ്യാണ്. ഇതിന് പറ്റിയൊരു പീസ് വേണമല്ലോ, തീരെ പൊടി പീസ് എടുക്കാതെ ഇത്തിരി കൂടെ വലിയ പീസൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കുകയാണ്. അതാ ഇവിടെ ഇത് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങളും ഇങ്ങനെ ഒപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്കിത് തികയൂല എന്ന് ചോദിച്ചാൽ തികയൂല, പക്ഷേ തികയണ രീതിയിൽ നമുക്കിത് തയ്ക്കിയെടുക്കാം. അത് ആ തുണിക്കൊരു വാലുണ്ട്, വാലൊന്നും ഇട്ടിക്കളയട്ടെ, ഒന്ന് ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഫ്രണ്ട് പോർഷനിലേക്ക് ഒരു ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലേക്ക് കുറേ നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. ലെവലായ പീസുകൾ വേണം, അല്ലാതെ ഇങ്ങനെ ചരിഞ്ഞ് ക്രോസ് ആയതൊക്കെ ആണെങ്കിൽ നമുക്ക് അടിക്കാം. ഇതൊക്കെ ക്രോസ് പീസാണ്, അത് നമുക്ക് അടിക്കാൻ പറ്റില്ല. ഇതും വലിയ പീസാണെങ്കിലും ക്രോസ് ആയിട്ട് വന്നേക്കണതാണ്. അതായത് ഒരു നേരെയുള്ള പീസാണ്. ഇനി അതിൻ്റെ മുകളിലേക്കും ഒരു നേരെയുള്ള പീസ് വേണം, അതും കൂടെ നമുക്കൊന്ന് തപ്പിയെടുക്കണം. ക്രോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ചുളിവ് വരും. ക്രോസ് മാക്സിമം ഒഴിവാക്കും. പിന്നെ കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് ക്രോസ് ഇട്ട് തന്നെ തട്ടു കേട്ടോ. അതെ, ഈ പീസ് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ഈ പീസ് ഇതാ ഇവിടെ അതും ക്രോസാണ്, അതും പറ്റൂല. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം, കിട്ടുന്നേ. ഇത് കുഴപ്പമില്ല, ഇത് നേരെയുള്ള പീസാണ്. അതപ്പോൾ അതിൻ്റെ വാലും കൊമ്പും ഒക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് കറക്റ്റായിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കട്ടെ. ഞാനൊന്ന് തേച്ചെടുത്ത്, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ പറ്റിയ അളവിന് വെട്ടണ്ട, നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് കൂടുതലുള്ള ഭാഗം വെട്ടിക്കളയാം കേട്ടോ. കണ്ടോ, അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തയ്ക്കണത് നിങ്ങൾ കാണിച്ചു തരുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യണതെന്നൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ മറക്കരുത്. ഇനി വരണുണ്ട്, ഇതിൻ്റെ പുറകെ വരും. അപ്പോൾ ഈ പീസൊക്കെ ഞാൻ കട്ടിങ്ങും എല്ലാം എടുത്തിട്ട് കറക്റ്റാക്കി ചുരുട്ടി വെക്കുകയാണ്. ഇതിപ്പോൾ അങ്ങനെ തന്നെ എടുത്ത് വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, എവിടെയെങ്കിലും ഇട്ടാൽ പീസൊന്നും കാണാതെ പോകും. അപ്പോൾ അത് ഞാൻ ഒന്ന് കെട്ടി വെക്കുകയാണ് കേട്ടോ. നീളത്തിലൊരു പീസ് എടുത്തിട്ടേ
നമുക്കതവിടെ കെട്ടി വെച്ചേക്കാം. അപ്പോൾ പിന്നെ അത് മിസ്സാവൂലല്ലോ. ഓരോന്നും ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ കടയിലുള്ള ടൈലറാണെങ്കിലും അത് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടി വെക്കും, പിന്നെ മിസ്സാവൂല. അല്ലേ പിന്നെ നമ്മൾ അടിച്ച് വാരി വേസ്റ്റിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പോയാൽ തീർന്നില്ലേ. അപ്പോൾ ദാ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടത്? ബട്ടൺ പീസ്, ഹുക്സ് പീസ്, ഐ പീസ് ഒക്കെ വേണം. ഇതിപ്പോൾ ബാക്കിലേക്ക് നമുക്ക് ബാക്കിൽ അടിച്ച് മറിക്കാനുള്ള പീസ് വേണമല്ലോ. അതിനായിട്ട് സൈഡിലുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. അത് മടക്കി അതിൻ്റെ സൈഡിൽ നിന്ന് നേരെ ഭാഗം വേണം നമുക്ക് ബാക്കിൽ വെക്കാനായിട്ട്. 1.5 ഇഞ്ച് വീതിയിൽ സൈഡിൽ നിന്ന് ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് സൈഡിലേക്ക് കൊടുക്കേണ്ട പീസ്, അല്ല അടി മടക്കാനുള്ള പീസ്. അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബട്ടൺ പീസ് മുറിക്കണം. അപ്പോൾ ബട്ടൺ പീസിനുള്ള തുണി എടുക്കട്ടെ. അപ്പോൾ ഓരോ പീസുകൾ എടുത്തിട്ട് അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബട്ടൺ പീസ് വെക്കാനായിട്ട് നേരത്തെ ഒരു കഷ്ണം വെട്ടിയത് അവിടെ കിടക്കേണ്ടതായത് നെക്ക് വെട്ടിയതിൻ്റെ പീസാണിത്. ഇത് പറ്റും നമുക്ക്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഹുക്കും അയ്യും എടുക്കാൻ പറ്റും. ഇത് ആദ്യം ഒന്ന് ലെവൽ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഐ വെക്കാനായിട്ട് കുറച്ച് വീതിയിൽ വേണം. ഹുക്ക് വെക്കാനായിട്ട് അത്ര വീതി വേണ്ട, കുറച്ചൊരു വീതി കുറഞ്ഞാലെങ്കിൽ മതി. ഒരു 3 ഇഞ്ച് വീതിയിൽ നമുക്ക് ഐ വെക്കാനായിട്ട്, അതായത് നമ്മുടെ ഹുക്സിൻ്റെ ഐ ഉണ്ടല്ലോ, അതിന് ഇത്തിരി വീതി വേണം. അതിനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 3 ഇഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിപ്പോൾ അതിനായിട്ടുണ്ട്. ഇനി ഹുക്ക് വെക്കാനായിട്ട് അത്രയും വീതി വേണ്ട, അതായത് മതി, 1.5 ഇഞ്ച് വീതി മതി. ഓക്കെയാണത്, കറക്റ്റാണ്. അപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹുക്സും ഐയും കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി അടുത്ത എന്തെന്നാണ്, നമുക്ക് ക്രോസ് പീസ് വേണം. ക്രോസ് പീസ് ഇതിപ്പോൾ മടങ്ങിയിരിക്കുന്ന പീസാണ് കേട്ടോ. കണ്ടോ, ഇത് നേരെ വരുന്ന ഭാഗമാണ്. കാണിച്ചു തരാം. കണ്ടോ, മടങ്ങി ഇരുന്നിട്ട് നേരെ വരുന്ന ഭാഗമാണ്. അപ്പോൾ അതങ്ങനെ നീളത്തിൽ വെട്ടാൻ പറ്റില്ല. ക്രോസ് ആയിട്ടെന്ന് പറയുമ്പോൾ ചരിച്ച് വെട്ടണം. അപ്പോൾ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചരിച്ച് വെക്കുക. ചോക്ക് കാണില്ല, ചോക്ക് എടുക്കട്ടെ കേട്ടോ. ഒരു കാര്യം വെച്ചിട്ട് അങ്ങോട്ട് തിരിയും, അത് പിന്നെ ആ സംഭവം കാണൂല. പക്ഷെ ചോക്ക് വേണമല്ലോ. അപ്പോൾ ചോക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ചരിച്ച് വരക്കുക. എന്നിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ക്രോസ് എടുക്കേണ്ടത്. ക്രോസ് പീസ് തന്നെ വേണം നെക്കിൽ. നമുക്ക് ക്രോസ് പീസ് തന്നെ വെച്ചാലാണ് കറക്റ്റായിട്ട് വരുള്ളൂ. ഞാൻ ഒരെണ്ണം വെട്ടിയിട്ട് കാണിച്ചു തരാം അതെങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം. കണ്ടോ, ഇതാണ് നമ്മുടെ ക്രോസ് പീസ്. ഇങ്ങനെ വലിക്കുമ്പോൾ വലിയും കേട്ടോ. നിങ്ങൾ ക്രോസായിട്ട് വെട്ടിയിട്ടൊന്ന് വലിച്ചു നോക്കൂ, വലിയും. അതാണ് ക്രോസ് പീസ് എന്ന് പറയുന്നത്. അത് 1-2 എണ്ണം കൂടെ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ലെവലായിട്ട് വെട്ടണം കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായി പോകും. ഇതിപ്പോൾ വെട്ടിയത് ചെറുതായിപ്പോയി. അപ്പോൾ അത് ഞാൻ മാറ്റി വേറെ ഒരെണ്ണം കൂടെ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ബ്ലൗസിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പീസുകളെല്ലാം എടുത്തിട്ട് റെഡിയാക്കി വെക്കാം. ഇന്നിപ്പോൾ സ്റ്റിച്ചിങ് ഇല്ല കേട്ടോ, നാളെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇതിപ്പോൾ എല്ലാ പീസും ഓക്കെ ആയിട്ടുണ്ട്. എല്ലാ പീസും ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഞാൻ വെട്ടിയതെല്ലാം ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ നോക്കി. ഇനി നമ്മുടെ ഇതെല്ലാം ചുറ്റിയിട്ട് നമ്മുടെ അളവ് ബ്ലൗസ് എടുക്കാം. അളവ് ബ്ലൗസിൻ്റെ ഉള്ളിലേക്ക് ഇനി കൈക്ക് ഒരു എക്സ്ട്രാ പീസ് വെക്കാനുണ്ട്. നമ്മൾ ആ സൈഡിൽ നിന്ന് വെട്ടിയതിൻ്റെ അത് നമുക്ക് ലാസ്റ്റ് വെക്കാട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെക്കാനുള്ള പീസ് അവിടെ കിടപ്പുണ്ട്. അതെല്ലാം കൂടെ എടുത്ത് കെട്ടി നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് നാളെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.